കൊല്ലത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിന്റെ കള്ളക്കളി. ബി.ജെ.പി പ്രവർത്തകനെ മനഃപൂർവ്വം കേസിൽ പ്രതിയാക്കാൻ പോലീസ് പ്രവർത്തിച്ചെന്ന് CPM പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഈ ആരോപണം ഉയരുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും, അതായത് മറ്റ് മുന്നണികളുടെ ഭാഗത്ത് നിന്നും ശക്തമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ഭാഗമൊക്കെ തന്നെ ഈ എൻ.ഡി.എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ പോലീസ് കൂടെ കള്ളക്കളി നടത്തുകയാണ് ചെയ്യുന്നത്. രജനി, കൃത്യമാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് മുതൽ കൊല്ലത്ത് NDAയ്ക്കും BJPക്കും ഒരു വലിയൊരു എഡ്ജ് കിട്ടിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യവുമാണ്. ഇത് പല ഘട്ടങ്ങളിൽ ചർച്ചയായിപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഈ പരാതി നൽകിയതിനു ശേഷം ഈ പരാതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ശരിയല്ലാത്തൊരു പ്രവണത ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു BJP പ്രവർത്തകൻ കൊല്ലം മുളവന സ്വദേശിയായ സനൽ അറസ്റ്റിലായി എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഈ രീതിയിൽ പോലീസ് ഈ വിഷയത്തിൽ കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് കണ്ടെത്തിയിരിക്കുന്നു പറയപ്പെടുന്ന ആ സനൽ എന്ന് പറയുന്ന ആ BJP പ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട്. എന്താണ് അന്ന് വൈകുന്നേരം ഈ പ്രചാരണത്തിനിടയിൽ സംഭവിച്ചത്? ആ സമയത്ത് നിങ്ങൾ ഈ പോലീസ് പറയുന്നത് പോലെ, നിങ്ങൾ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് പോലെ ആ കൃഷ്ണകുമാറിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു, അതായത് കൈതട്ടാൻ പറ്റിയൊരു ദൂരത്തുണ്ടായിരുന്നു. എവിടെയായിരുന്നു നിങ്ങൾ അപ്പോൾ ഉണ്ടായിരുന്നത്? അന്ന് ഞങ്ങൾ പ്രചാരണം എന്ന് പറയുന്നത് കറക്റ്റ് 5:30-ക്കാണ്. 5:30-ക്ക് അന്ന് ഞങ്ങൾ പരിപാടി നടത്തുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് LDFിൻ്റെയും പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടി സമയത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വരുന്നത് കൃഷ്ണവർജി വരുന്നത് 5:30-ക്കാണ്. ഈ 5:30-ക്കുള്ള ആ പരിപാടിയിൽ ഞങ്ങൾ സ്വീകരിച്ച ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ ഞങ്ങളങ്ങ് പോയതിന് ശേഷമാണ് സ്ഥാനാർത്ഥി പറയുന്നത് സ്ഥാനാർത്ഥിക്ക് പരിക്ക് പറ്റിയത്. ഇതിന് ശേഷം പിന്നെ സ്ഥാനാർത്ഥി ഹോസ്പിറ്റലിൽ കൊണ്ട് അതിനുശേഷം ഒന്നും ഞങ്ങൾ അറിയുന്നില്ല. പക്ഷേ ഇന്നലെ മുളവനെ ഞാൻ ജംഗ്ഷൻ നിൽക്കുമ്പോൾ ഞാനൊന്ന് ചോദിച്ചോളട്ടെ, അതായത് നിങ്ങൾ ഈ സ്ഥാനാർത്ഥിക്ക് പരിക്ക് പറ്റി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ കൃത്യമായി പറയുന്നത്? ഞാൻ ആ പരിക്ക് സ്ഥലത്ത് ഇല്ല. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ മറ്റ് പ്രവർത്തകരെ കൊണ്ടുകൊണ്ട് നമ്മുടെ ബൈക്ക് റാലി അതിനു വേണ്ടിയാണ് ഞങ്ങൾ പോയത്. ആ സമയത്ത് നിങ്ങൾ അത് ഇല്ല ഞങ്ങൾ ചെയ്തിട്ടില്ല. അതല്ല, അതായത് നിങ്ങൾ ആ സമയത്ത് ബൈക്ക് റാലിക്ക് വേണ്ട ഒരുക്കങ്ങൾ അവിടെ ചെയ്യുകയായിരുന്നു? തീർച്ചയായിട്ടും. ആ ഒരുക്ക സമയത്ത് ഈ പറഞ്ഞ സംഭവം നടക്കുന്ന സമയത്ത് ഞാനില്ല. ഓക്കെ. അപ്പോൾ മറ്റൊരു കാര്യം, അതിനുശേഷം നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. അവിടെ എന്താണ് ഉണ്ടായത്? പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വിളിച്ച് പറഞ്ഞു നോട്ടീസ് തരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നതിന് ശേഷം ഞങ്ങളെ CA സംസാരിച്ചു. CA പറഞ്ഞു കുറ്റം ചെയ്തോ? ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. അത് CA പറഞ്ഞ വീഡിയോ ഉണ്ട് മറ്റതുകൊണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കാണിക്കുമോ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ ആ ഭാഗത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ അവിടുത്തെ LDFകാരാണ് എൻ്റെ കയ്യാ തട്ടിയെന്ന് പറഞ്ഞ് LDFകാരാണ് പോലീസുകാരടുത്ത് പറഞ്ഞത്. അത് ആ LDFിൻ്റെ ഒത്താശയോടെ ആ CA എനിക്ക് വരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെയോ എൻ്റെ സ്ഥാനാർത്ഥിയുടെയോ മൊഴി എടുത്തിട്ടില്ല. അതുപോലെ ഈ പോലീസ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരുന്നു? ഭീഷണിപ്പെടുത്തുന്ന അപ്പോൾ CAൻ്റെ അടുത്ത് ചോദിച്ചു, അത് കേസ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയല്ലയോ, നിങ്ങളെ കൈ തട്ടിയെന്ന പുള്ളി പറയുന്നു. അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറേ എൻ്റെ മൊബൈൽ എൻ്റെ ഇതെടുത്തിട്ടില്ല, പക്ഷേ നിങ്ങളെ ഇലക്ഷൻ കമ്മീഷണർ കേസെടുക്കും, ചിലപ്പോൾ ഡൽഹിയിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞു അന്നേരം ചിരിച്ചു പറയും, അങ്ങനെ ഡൽഹി പോകേണ്ട കാര്യമില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു CI ഈ വിഷയത്തിൽ CPMകാരുടെ ഒത്താശയോടെ നിങ്ങളെ ഒരു BJP പ്രവർത്തകൻ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി ആക്രമിച്ച രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയെന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ രജനി, അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ആ സംഭവം, അതായത് കൃഷ്ണകുമാറിന് പരിക്ക് പറ്റുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. സനൽ ഈ കൃഷ്ണകുമാർ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ചപ്പുറത്ത് മാറി ഈ ബൈക്ക് റാലിയുമായി ബന്ധപ്പെട്ട് അതിന് സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. അതായത് ഇവർ പിന്നീട് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ സ്ഥാനാർത്ഥിക്ക് പരിക്ക് പറ്റി എന്നുള്ള കാര്യം ഇദ്ദേഹം അറിയുന്നത്. പിന്നീട് അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത് LDFിൻ്റെ പ്രവർത്തകർ, ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ. അവരാണ് ഇദ്ദേഹത്തിൻ്റെ കൈയാണ് കൃഷ്ണകുമാറിൻ്റെ കണ്ണിൽ തട്ടിയത്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ഒരു അപകടം കൃഷ്ണകുമാറിന് ഉണ്ടായതെന്ന് പോലീസിനോട് പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. അതായത് ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് അവിടെ LDFിൻ്റെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അവിടെയും നിരവധി ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ അപകടമുണ്ടായത് ഈ വിഷയത്തിൽ ഇതൊരു BJP പ്രവർത്തകന്റെ ഭാഗത്ത് നിന്നാണ് കൃഷ്ണകുമാറിന് ഇങ്ങനെ ഒരു അപകടം, ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു പരിക്കുണ്ടായതെന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുത്തി തീർക്കാൻ CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും പോലീസും ചേർന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ BJPയുടെ ആരോപണം വരുന്നത്. പ്രത്യേകിച്ച് ആ കുണ്ട്രയിലെ CA അടക്കമുള്ളവർ ഇത് വലിയ കേസായി മാറും, ഇത് ഇലക്ഷൻ കമ്മീഷനൊക്കെ ഇടപെടും, നിങ്ങൾ ഡൽഹിയിലൊക്കെ പോകേണ്ടി വരും, അവിടെ നിന്നൊക്കെ കേസ് പറയേണ്ടി വരും എന്ന രീതിയിൽ ഒരു സാധാരണക്കാരനായ
കൊല്ലത്തുകാരനായ ഒരു സാധാരണക്കാരനായ മനുഷ്യനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. രജനി, തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഒരു ആസൂത്രിതമായ ഒരു ശ്രമമുണ്ട് എന്നുള്ളൊരു കാര്യം സത്യം തന്നെയാണ്. അതാണ് സനൽ നമ്മളോട് ജനം TV വ്യക്തമാക്കിയതും. മറ്റൊന്ന് പറയുന്നത് ഈ NDA സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റം, വികസനങ്ങൾ ചെന്നെത്താത്ത സ്ഥലത്ത് പോലും അദ്ദേഹം എത്തുന്നു. നമ്മൾ തന്നെ ഈ വേലിയേറ്റം, അതുപോലെ തന്നെ ഈ കടലാക്രമണം നടന്ന സമയത്തൊക്കെ തന്നെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അവിടെ എത്തി ജനങ്ങൾക്ക്, അവിടുത്തെ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ തന്നെ കൊടുമ്പിരി കൊണ്ട് അല്ലെങ്കിൽ വിരളി പൂണ്ട് തന്നെയാണ് CPM-ന്റെ ഇത്തരം ശ്രമങ്ങളെന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പക്ഷേ അതിൽ പോലീസ് എന്തിന് അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഉയരുന്ന ചോദ്യങ്ങളും. ഈ കഴിഞ്ഞ കുറച്ചു കാലത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ പോലീസിനെ അത്തരത്തിൽ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ, കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് DYFIക്കാർക്കൊപ്പം പോലീസുകാരും ഇറങ്ങി വളരെ ക്രൂരമായി ഒരു അനാവശ്യമായി തന്നെ പലരെയും KSU പ്രവർത്തകരെ അടക്കം മർദ്ദിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ പ്രതിഷേധിക്കുന്നവരെ തല്ലിയൊതുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതുപോലെയുള്ള സമാനമായ നിരവധി ആരോപണങ്ങൾ കേരള പോലീസിനെതിരെ പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. പൂരം അലങ്കോലപ്പെടുത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രദേശത്ത് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മുൻതൂക്കം കിട്ടുമ്പോൾ ആ മുൻതൂക്കത്തെ ഇല്ലാതാക്കാൻ അതിൽ കൃത്യമായി ഇടതുപക്ഷത്തിന് ആഗ്രഹമുണ്ടാകും. പക്ഷേ അതിനൊപ്പം പോലീസും നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെയോ ഈ സനലിൻ്റെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ തന്നെ മൊഴി പോലും രേഖപ്പെടുത്താതെ ചിലർ പറഞ്ഞു നിങ്ങളുടെ കൈയാണ് കൊണ്ടത്. ഈ ചിലർ ആരെന്ന ചോദ്യത്തിന് അവർ LDF-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അപ്പോൾ കൃത്യമായൊരു ഇടപെടൽ, രാഷ്ട്രീയ ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു. അതിൽ NDA സ്ഥാനാർത്ഥിക്ക് പരിക്ക് പറ്റുന്ന സമയത്ത് അതിൽ ഒരു BJP പ്രവർത്തകനാണ് അതിന് കാരണക്കാരൻ എന്ന് വരുത്തി തീർക്കുമ്പോൾ അത് ആ പ്രദേശത്ത് തന്നെ ഒരു പക്ഷേയുള്ള ആ ഈ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റം അതിനെ ഇല്ലാതാക്കാനുള്ളൊരു ഉപകരണമാകുമെന്ന് LDF-ഉം ഈ പറഞ്ഞ രീതിയിൽ CPM-ഉം പോലീസും ഒക്കെ ചിന്തിക്കുന്നുണ്ടാകാം. എന്തായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ BJP-യുടെ ഭാഗത്തു നിന്ന് വരുന്നത്. പ്രത്യേകിച്ച് പോലീസും CPM-ഉം ഒത്തുകളിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷവും ഒത്തുകളിച്ച് ഒരു BJP-കാരനെ NDA സ്ഥാനാർത്ഥിക്ക് പരിക്ക് പറ്റിയ വിഷയത്തിൽ പ്രതിയാക്കാനും കേസെടുക്കാനും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനും ഒക്കെ തയ്യാറാകുന്നു എന്നുള്ളൊരു കൗതുകരമായ രാഷ്ട്രീയ വിശേഷമാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എന്തായാലും ഈ പോലീസിന്റെ കള്ളക്കളി തെളിഞ്ഞിരിക്കുകയാണ്. ഇനി ഏത് രീതിയിലാണ് ഈ പോലീസിനെതിരെ ഇനി BJP നേതാക്കൾ അടക്കം ഈ സനലടക്കം മുന്നോട്ട് പോകുന്നത്? അതിൽ കൃത്യമായ പ്രതികരണങ്ങൾ BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയുടെ പ്രതികരണത്തിനായി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇത്തരമൊരു വിഷയം പുറത്തു വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷമായിരിക്കും പിന്നീട് BJP ജില്ലാ നേതൃത്വം അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ എന്താണ് BJP സ്വീകരിക്കാൻ പോകുന്ന പുതിയ നടപടികൾ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും വലിയ ഒരു കൗതുകകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ അത് പോലീസ് കൂടി അതിനൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ നേരിട്ട് ഇടപെടുന്ന സമയത്ത് ഇത്തരത്തിൽ പോലീസുകാർക്ക് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യവും രജനി ഇക്കാര്യത്തിൽ സജീവമായിട്ടുണ്ട്. എന്തായാലും കൃഷ്ണകുമാർ ഇപ്പോഴും പ്രചാരണം തുടരുകയാണ്. അദ്ദേഹത്തിന് കണ്ണിനേറ്റ പരിക്ക് അത് അത്യാവശ്യം സാരമുള്ളത് തന്നെയാണ്. വിശ്രമം, ഒരാഴ്ചയോളം വിശ്രമം വേണം, കണ്ണിന് വെയിലടിക്കരുത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇതൊക്കെ അവഗണിച്ചാണ് അദ്ദേഹം ഇപ്പോഴും പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നമ്മൾ ഉടൻ തന്നെ തേടുന്നുണ്ട്. രജനി, ശരി. എന്തായാലും കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിന്റെ കള്ളക്കളിയൂടെ ഉണ്ടായിരിക്കുകയാണ്. BJP പ്രവർത്തകനെ മനഃപൂർവ്വം കേസിൽ പ്രതിയാക്കാൻ പോലീസ് പ്രവർത്തിച്ചിട്ടുണ്ടോ? പിന്നിൽ CPM പ്രവർത്തകരുടെ നിർദ്ദേശമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒപ്പം ഈ ആരോപണ വിധേയനായ CPM പ്രവർത്തകൻ സനലിന്റെ പ്രതികരണം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്തായാലും ഇതിൽ ഇനി തുടർചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ അടക്കം പ്രതികരണങ്ങൾ വരും മണിക്കൂറുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.